റോഡുകളെല്ലാം കുഴികളാക്കിയ പഞ്ചായത്തിൻ പ്രതിഷേധം നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും 18 വാർഡിലെ റോഡുകളും വളരെ ശോചനീയ അവസ്ഥയിലാക്കി അതിനുവേണ്ട നടപടികളും തുടർന്നുള്ള നടപടികളും അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും എടുക്കാതെ റോഡുകൾ കുഴിയാക്കി വെറും കുളമാക്കി മാറ്റിയ ഈ പഞ്ചായത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത വാർഡ് തലത്തിലുള്ള പന്തംകൊളുത്തി പ്രകടനമാണ് 17 വാർഡുകൾ സംയുക്തമായി ഇന്നിവിടെ നടത്തിയത്. ഈ പ്രതിഷേധം ഇതൊരു തുടക്കം മാത്രമാണ്. ഈ റോഡുകളുടെ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ പ്രതിഷേധം ശക്തമായി കാളിക്കെത്തിക്കൊണ്ട് എല്ലാ വാർഡിലെ ആളുകളും സംയുക്തമായി ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഒരു വലിയ പ്രകടനമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനു മുന്നിൽ റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ നമുക്കറിയാം. ഇതിൻ്റെ പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ഉൾപ്പെടെയുള്ള മുൻകൈ എടുത്ത് ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് മുന്നേറുന്ന CPM-നും അതിന് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഇതിലെ ഒരു ശക്തമായ പ്രതിഷേധം നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് വാർഡിൻ്റെ മെമ്പർ ഈ പന്തംകൊളുത്തി പ്രകടനത്തിൻ്റെ ഉദ്ദേശം പുതുപ്പള്ളി പഞ്ചായത്തിലെ 18 വാർഡുകളിലും ജൽജീവൻ്റെ പേര് പറഞ്ഞ് പഞ്ചായത്ത് റോഡുകൾ ഒരു ഗതാഗത യോഗ്യമല്ലാതാക്കിയിരിക്കുകയാണ്. ജൽജീവൻ്റെ പേര് പറഞ്ഞ് റോഡുകൾ മുഴുവനും പൈപ്പിടാൻ വേണ്ടി പൊട്ടിച്ചപ്പം ഇത് എഗ്രിമെൻ്റ് വെച്ച അധികാരികൾ ഇത് തിരിച്ച് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അവരത് ചെയ്യാതെയാണ് എഗ്രിമെൻ്റ് വെച്ചത്. അതിൻ്റെ ഒരു അനുഭവമാണ് നമ്മുടെ 18 വാർഡിലും ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 18 വാർഡിലും 9 കോടി രൂപയുടെ വെച്ച് എസ്റ്റിമേറ്റ് എടുത്തു. പക്ഷേ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാൻ സർക്കാരിനില്ല. ആ ഒരു കാരണത്താൽ കോൺട്രാക്ടർമാർ സർക്കാരിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജൽജീവൻ പദ്ധതിയിലെ ഈ റോഡുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാഷണൽ കോൺഗ്രസ് ഇന്ന് എല്ലാ വാർഡുകളിലും പന്തംകൊളുത്തി പ്രകടനം നടത്തുന്നത്. 16-ാം വാർഡും 17-ാം വാർഡും വാർഡ് പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിലാണ് ഈ പന്തംകൊളുത്തി പ്രകടനം ഞങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചത്. ഇത് ഒരു നിസ്സാരമായ തുടക്കം മാത്രമാണ്. ഇനി മുന്നോട്ട് ഞങ്ങൾ ഒരടി പോലും പുറകോട്ട് പോകത്തില്ല. ഈ പൊട്ടിച്ച റോഡുകൾ പഞ്ചായത്തിൻ്റെ അധികാരികൾ എന്ന് ഇത് കോൺക്രീറ്റ് ചെയ്ത് പുനഃസ്ഥാപിച്ചു വരുന്നോ അതുവരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് അധികാരികളെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം ഞങ്ങൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നതിന് എല്ലാവിധ ഭാവുകങ്ങളും നേടുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പന്തംകൊളുത്തി പ്രകടനത്തിൻ്റെ അധ്യക്ഷൻ 2 വാർഡിൻ്റെ പ്രസിഡന്റുമാരാണ്. ഒന്ന് ബാബു, ഒന്ന് രഞ്ജു. പ്രിയപ്പെട്ട അതുപോലെ നമ്മുടെ വത്സംബമാണ് നമ്മുടെ മെമ്പർ, അതുപോലെ സാജൻ, അജിൻ മള്ളിയിലെ മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ ജെയിംസ്, പ്രിയപ്പെട്ടവരെ, അതുപോലെ ആശി, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം ഇവിടെ നടത്തുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് വളരെ ദീർഘകാലമായിട്ട് ജലജീവൻ പദ്ധതി എന്നുള്ള പേരിൽ റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാത്ത പരുവത്തിൽ ഒരു യാത്രികർക്ക് പോലും സഞ്ചരിക്കാൻ മേലാത്ത റോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ അധികൃതരായിട്ടിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളോ ഈ കാര്യങ്ങളിൽ വേണ്ട ഒരു രീതിയിലുള്ള മുൻകരുതലുകളോ അല്ലെങ്കിൽ അത് വെട്ടിപ്പൊളിച്ചതിന് ശേഷം അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനോ പോലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വന്നില്ല. ഇത് ജനങ്ങളെ തീർത്തും നിരാകരിക്കുന്നതിനും ജനങ്ങളെ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് വാങ്ങിച്ചിട്ട് അത് എന്തെങ്കിലും ഒരു പദ്ധതിയായി പരിപാടിയായി ഫ്ലക്സുകളിൽ ഒതുക്കി ആരെങ്കിലും ഒരു പ്രതിഷേധവുമായി വരുമ്പോൾ ഇത്ര രൂപ മുടക്കിയത് ഫണ്ട് മുടക്കി ഞങ്ങളിത് ചെയ്യാൻ പോകുന്നു എന്ന് ഫ്ലക്സ് പ്രചരണം മാത്രം നടത്തിയ ഒരു ഭരണസമിതിയായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി അധപതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഈ നടപടിക്കെതിരെ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ പന്തംകൊളുത്തി പ്രകടനം. ഇത് ഉടനടി പഞ്ചായത്ത് അധികൃതർ ഈ കാര്യത്തിൽ മുൻകരുതൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമരത്തെ വ്യാപിപ്പിക്കുകയും ഇത് പഞ്ചായത്തിൻ്റെ ഓഫീസിലേക്ക് വലിയ വിപുലമായ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പണിമുടക്കിന് അല്ലെങ്കിൽ ഈ ധർണാ സമരത്തിന് പന്തംകൊളുത്തി പ്രകടനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ
വാർഡ് പ്രസിഡന്റ് രഞ്ജു ചെറിയാനും, ബാബു തങ്കപ്പൻ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വത്സമമാണി, യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് കുരുവിള വർക്കി, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അജിൻ പള്ളിയിൽ, യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി ഇനി വരാപ്പള്ളി എന്നിവർ നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് സത്യത്തിൽ എന്ത് ചെയ്തു? മുൻ ഭരണസമിതി ചെയ്ത കാര്യങ്ങളിൽ നമ്മുടെ റോഡുകൾ നല്ല രീതിയിലുള്ള റോഡുകളെല്ലാം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തീർത്തതിന് ശേഷമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അടുത്ത പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ഇടതുപക്ഷം കയറി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? ജനജീവൻ പദ്ധതിയുടെ പേരിൽ നമ്മുടെ ഈ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതെ ആക്കി തീർത്തു. ഇതിനെ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞു? ഇല്ല. 5 വർഷം പൂർത്തീകരിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇതുപോലൊരു പഞ്ചായത്ത് ഭരണം സത്യത്തിൽ ഇപ്പോൾ രാജിവെച്ച് അടിയറവ് പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറയേണ്ട ജനങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള സമരങ്ങൾ ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ 2 വാർഡ് പ്രസിഡന്റുമാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംഗിക്കുന്നു. അവിടുത്തെ അഞ്ചേരിയിലെ അവിടെ വന്ന് വിനോദേട്ടനെ കൊത്തിപ്പിടിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ ഈ സമരം ഒരു വൻ വിജയമാക്കി തീർത്ത എല്ലാവർക്കും നന്ദിയിരിക്കും. നമ്മുടെ കുഞ്ഞു ഉൾപ്പെടെ, അതായത് നമ്മുടെ വാർഡിലോട്ട്, നമ്മുടെ വാർഡ് തന്നെയല്ലേ, എല്ലാ വാർഡിലും പുതുപ്പള്ളിയിലെ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇപ്പം വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നത് അവരുടെ ടയർ പോകുന്നു, അവർക്ക് എഞ്ചിന് ഫൗണ്ടേഷൻ പോകുന്നു, ഇങ്ങനെ പല 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 കാരണങ്ങൾ. അത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ജലജീവൻ പദ്ധതിയുടെ പേരിൽ JCB പോലുള്ള മെഷീനിട്ട് ആഴത്തിൽ കുഴിച്ച് അവിടെ തിരിച്ചൊരു കോൺക്രീറ്റ് പോലും ചെയ്യാത്തത്. അത് ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പഞ്ചായത്തിൽ എവിടെ ചെന്നാലും മീനടം ചെന്ന് നോക്കിയാൽ അവർ PWD ആയിട്ട് സൈൻ ചെയ്തിട്ട് അവരാണത് ഇത് ചെയ്ത് കൊടുത്തത്. ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഈ വിരോധാഭ്യാസം കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിനെതിരെ കോൺഗ്രസ് പാർട്ടി ശക്തമായ മുൻപോട്ടുള്ള സമരങ്ങളും നയിക്കുമെന്ന് അഭിപ്രായമുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി Yeah.